നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിലാവട്ടെ ലോകത്ത് എവിടെയുമാവട്ടെ ഇടതുപക്ഷം അഥവാ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവരുടെ മികവ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയുടെ ഗുണങ്ങൾ കൊണ്ട് ആ പാർട്ടി ഒരിക്കലും ആളെ കൂട്ടിയിട്ടില്ല. അവരെപ്പോഴും എല്ലായ്പ്പോഴും അവർ പ്രയോഗിക്കുന്ന ചില തന്ത്രങ്ങൾ എതിരാളികളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞും അവരുടെ കുറ്റവും കുറവും പറഞ്ഞിട്ട് അതുവഴി സ്ഥലമുണ്ടാക്കി മാത്രം വളരുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നത്. അതിനായിട്ട് അവർ സകല മാർഗവും നോക്കും. പലപ്പോഴും അവർ വിദേശീയരായിട്ടുള്ള നേതാക്കളുടെ ഫോട്ടോകൾ ഉപയോഗിക്കും, ഇന്ത്യയിൽ തന്നെയുള്ള ചില മഹത്തുക്കളുടെ ഫോട്ടോ ഉപയോഗിക്കും. ഇതൊന്നും അവരുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെ ആയിരിക്കില്ല, പക്ഷേ അവർ താൽക്കാലികമായിട്ടുള്ള നേട്ടത്തിനെല്ലാം ഉപയോഗിക്കും. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലമായതിനാൽ അവർ തീർച്ചയായിട്ടും ഏറിൽ പോകും. അങ്ങനെ ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. അതിൽ അവർ വെച്ചിരിക്കുന്ന ഫ്ലെക്സ്, ആ ഫ്ലെക്സിൽ തന്നെ അവരെ കൊഞ്ഞനെ കുത്തുന്ന ഒരു വാചകം അവിടെ കിടപ്പുണ്ട്. അതായത് അത് നടക്കുന്ന സ്ഥലം എന്നത് പുഷ്പൻ നഗറാണ്, സഖാവ് പുഷ്പൻ നഗർ. പുഷ്പൻ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി കൂത്തുപറമ്പിൽ വെടിവെപ്പിന് ശേഷം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു. നട്ടലൊക്കെ തളർന്ന് ഇവിടെ ചികിത്സയിലായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. മികച്ച ചികിത്സയൊക്കെ അമേരിക്കയിൽ കിട്ടുമായിട്ടും അല്ലെങ്കിൽ ഇവിടെ തന്നെ ഡൽഹിയിലും മറ്റും കിട്ടുമായിട്ടും അങ്ങോട്ടൊന്നും പുഷ്പനെ കൊണ്ടുപോയതായിട്ട് അറിയില്ല. ആ പുഷ്പനെ മരണം വരെ അങ്ങനെ ഇട്ട് അദ്ദേഹം മരിച്ചൊക്കെ പോയതിനു ശേഷം കേരളത്തിലെ ഏതാനും സ്ഥലങ്ങൾക്ക് ഇതുപോലെ മീറ്റിങ്ങും എല്ലാം നടക്കുമ്പോൾ പുഷ്പൻ നഗർ എന്നൊക്കെ പറഞ്ഞ് അവർ പേരിടും. അങ്ങനെ പുഷ്പൻ നഗറിൽ ആണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ വെച്ചിരിക്കുന്ന ഫ്ലെക്സിൽ മെസ്സിയുണ്ട്. പക്ഷേ മെസ്സിയെ കണ്ടു കഴിഞ്ഞാൽ മൂസയാണെന്ന് തോന്നത്തുള്ളൂ. കാരണം മീശ കുറച്ച് താടിയുണ്ട്. അത് കാണുമ്പോഴേ ഒരു മുസ്ലിം വേഷധാരി എന്ന രൂപത്തിലാണ് മെസ്സി അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. റൊണാൾഡോ ഉണ്ട്, അതുപോലെ തന്നെ ഈ എംബാപ്പെ ഉണ്ട്, പിന്നെ സ്പെയിനിൻ്റെ ഒരു യുവ താരമുണ്ട്, അയാളുടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 5 പേരുടെ, അതായത് നെയ്മറുണ്ട്. അങ്ങനെ 5 പേരുടെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കേണ്ടത്? കൂത്തുപറമ്പിൽ വെടിയേറ്റ് 5 ഡിവൈഎഫ്ഐക്കാർ മരണപ്പെട്ടിരുന്നു, അവരുടെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഈ ഫുട്ബോൾ മാനിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആണ് അവരത് വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അവരുടെ മികവ് കാണിച്ചിട്ടോ അവരുടെ പ്രവൃത്തി കൊണ്ടോ ഒന്നും അവരാളെ കൂട്ടാറില്ല. അവരെപ്പോഴും ഒന്നുകിൽ എതിരാളികളുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും, അല്ലെങ്കിൽ കഴിവുള്ള ആരുടെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് അവരുടെ ഫ്ലെക്സി വെക്കും. സാധാരണ രീതിയിൽ ഇവിടെ ഭഗത് സിംഗിൻ്റെ വെക്കും അവർ, അതേപോലെ തന്നെ അംബേദ്കറെ വെക്കും, പറ്റുമെങ്കിൽ യേശു ക്രിസ്തുവിനെ വെക്കും, ശ്രീനാരായണ ഗുരുവിനെ വെക്കും. ഒരിക്കലൊക്കെ ഇവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവരാണ്, പക്ഷേ പിന്നീട് അവരുടെ നേട്ടത്തിന് വേണ്ടി ഇവരെയൊക്കെ അതിനകത്ത് ചേർത്ത് വെക്കും. ഇപ്പോൾ ഈ ഫുട്ബോൾ സീസൺ ആയതിനാൽ മെസ്സിയെ മൂസയാക്കിയും ഈ നെയ്മറിനെയൊക്കെ അവർക്ക് ഒരു വാലിയൊക്കെ ചേർത്തിട്ട് ഇന്ന ആളാണ് എന്ന് അവതരിപ്പിക്കാനൊക്കെ അവർ ശ്രമിച്ചു നോക്കിയായിരിക്കും. പറ്റാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതാണ് ഇവരുടെ സ്ഥിരം കലാപരിപാടി. ഇവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആളുകളുടെ ഒന്നും ചിത്രമായിരിക്കില്ല അവർ വെക്കുന്നത്. ഓരോ സമയത്തും അതാത് ട്രെൻഡ് അനുസരിച്ചുള്ള ചിത്രങ്ങൾ വെക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ഈ ഫ്ലെക്സ് അടിക്കുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന ഒരു ശൈലിയിലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാ കാലത്തും എല്ലായിടത്തെയും ഒരു പ്രവർത്തന ശൈലി. സ്വന്തം നേട്ടങ്ങളോ സ്വന്തം ആളുകളുടെ മികവോ ഒന്നും അവർക്ക് പറയാൻ കാണില്ല. ഇതുപോലെ ആരാൻ്റെ ഗർഭത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പോലെ അർജൻറ്റീനക്കാരനായിട്ടുള്ള മെസ്സിയെയും പോർച്ചുഗൽ കളിക്കാരനായിട്ടുള്ള റൊണാൾഡോയും സ്പെയിനിൻ്റെ ആ ചെറുപ്പക്കാരനെയും ബ്രസീലിൻ്റെ നെയ്മറേയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ എംബാബെയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുകയാണ് മുതലുകൾ. നാണം, ഉളുപ്പ്, ഇങ്ങനെയുള്ള സാധനമൊന്നും ഇവറ്റകളുടെ അടുത്തൂടെ പോലും പോയിട്ടില്ല.